തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായിട്ട് UDF അവതരിപ്പിച്ചത് മുട്ടടയിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വൈഷ്ണ സുരേഷിനെയാണ്. പക്ഷേ വൈഷ്ണ സുരേഷിന്റെ വോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റി എന്നാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അപ്പോൾ അതിലൊരു പ്രതികരണം നടത്തുകയാണ് വൈഷ്ണ. ഇതാണ് സംഭവിച്ചത്. അല്ല, ഇപ്പോൾ നിലവിലുള്ള വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന എൻ്റെ വോട്ട് അവർ ഇലക്ഷൻ കമ്മീഷൻ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇനി മത്സരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യമാണ്. അത് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷണറും അറിയിച്ചിരിക്കുന്നത്. അല്ല, വിലാസത്തിൽ എൻ്റെ ID കാർഡ്സിലുള്ള വിലാസവും വീട്ടിലുള്ള അഡ്രസ്സും എല്ലാം കറക്റ്റാണ്, സെയിം ആണ്. മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നമ്മൾ വോട്ട് ചെയ്തപ്പോൾ ഉള്ള വോട്ടർ പട്ടികയിലുള്ള അഡ്രസ്സും കറക്റ്റാണ്. എല്ലാം ഒരേ അഡ്രസ്സ് തന്നെയാണ്. പ്രശ്നം വന്നിരിക്കുന്നത് നിലവിലുള്ള വോട്ടർ പട്ടികയിലെ TC നമ്പർ, പഴയതും പുതിയതുമായിട്ടുള്ള TC നമ്പർ മിക്സപ്പ് ചെയ്തുകൊണ്ടാണ് അവർ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ആ വോട്ടർ പട്ടികയിൽ വന്നിരിക്കുന്ന TC നമ്പറിനാണ് തെറ്റ്. അവർ ആ TC നമ്പർ വെച്ചാണ് നമ്മളോട് പ്രോവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്ന തരത്തിലേക്കുള്ളൊരു തീരുമാനം വന്ന സ്ഥിതിക്ക് നമുക്ക് ഇനി കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പാർട്ടി തീരുമാനിക്കും. അതുമായി നമ്മൾ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്ന തരത്തിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് തികച്ചും മാനസിക വിഷമം ഉണ്ടാക്കുന്നത്. മാത്രമല്ല, ഞാൻ വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ക്വിറ്റ് ചെയ്തിട്ടാണ് നമ്മളിതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ, അത് ക്വിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തികച്ചും മാനസിക വിഷമം നേരിടുന്ന തരത്തിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വൈഷ്ണവരുടെ പേര് മാത്രമല്ല, ഏതാണ്ട് 6 പേരുടെ പേരാണ് ഞങ്ങൾ 10ാം മാസം ഇറങ്ങിയ വോട്ടർ പട്ടിക പരിശോധിച്ച് 6 പേര് ഈ പ്രദേശത്ത് താമസക്കാരല്ല. അങ്ങനെയാണ് ഞങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തത്. വൈഷ്ണവ സ്വന്തം വീട് ഇവിടെ ഉണ്ടായിരുന്നു. അത് വിട്ടിട്ട് അമ്പലമുക്കിൽ ഏതാണ്ട് 8 കൊല്ലമായിട്ട് അമ്പലമുക്കിലാണ് താമസിക്കുന്നത്. അതുപോലെ അവരുടെ കുടുംബം, അതുപോലെ പത്മകുമാരും അശോകുമാറും അവരും ഇവിടുത്തെ വീടൊക്കെ വിറ്റ് കുടപ്പനക്കുന്നിലാണ് താമസിക്കുന്നത്. ഒരു രാജേന്ദ്രൻ വട്ടിയൂർക്കാവിലാണ് കുടുംബസമേതം താമസം. അവരെല്ലാം ഇവിടെ പല പ്രാവശ്യം വോട്ടർ പട്ടികയിൽ ഒഴിവാക്കി വിട്ടവരാണ്. വർഷം വോട്ടർ പട്ടിക പുതുക്കുമ്പോൾ ഇവരെ ഒഴിവാക്കി വിടും. ഇവർ വീണ്ടും ഇവിടെ വന്ന് ഇപ്പം ചേർത്ത്. വൈഷ്ണവ പുതിയതായിട്ടാണ് കോർപ്പറേഷൻ ഓഫീസിൽ ചേർത്തേക്കുക. കോർപ്പറേഷനിലെ പട്ടികയിൽ ആദ്യമായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 5ഉം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ മാത്രമല്ല, ഞങ്ങളും ആ പ്രദേശത്തെ ആളുകളും കൂടി ചേർത്താണ് അപേക്ഷ കൊടുത്തത്. അവരൊരു ആരോപണമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഈ 18/2-4-6-4 ആ ഒരു അഡ്രസ്സിൽ 20ഓളം വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്നാണ് അഡ്രസ് എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു വോട്ടും ചേർത്തിട്ടില്ല. എൻ്റെ വോട്ടർ പട്ടികയിൽ എൻ്റെ ആ ലിസ്റ്റിൽ എൻ്റെ ഭാര്യയുടെ എൻ്റെ വോട്ടല്ലാതെ ഒരു വോട്ടും ഞാൻ ചേർത്തിട്ടില്ല. ഈ വോട്ടർ പട്ടിക ഇറങ്ങിയത് 2000 ഇറങ്ങിയ വോട്ടർ പട്ടിക മുട്ടടവാർഡ് രൂപീകരിക്കണ 2000-ലാണ്. അന്ന് തൊട്ട് വന്ന വോട്ടർ പട്ടികയാണ് അത്. അതിനെ 18/3 മാറി 18/6 ആക്കിയിട്ടേക്കണായിരിക്കും. എൻ്റെത് 3/24-64 എന്നുള്ളതാണ് പഴയ TC നമ്പർ. ഇപ്പോഴത് 18/6. അത് ടാക്സ് നോക്കിയാലേ 21/6 ചില്ലറയാണ് യഥാർത്ഥ TC നമ്പർ വരേണ്ടത്. ഞാൻ വർഷങ്ങളായിട്ട് അവിടെ തന്നെ താമസിക്കണം. അതിൻ്റെ അടുത്ത് കിടക്കുന്ന ആളുകൾ ആരാണെന്ന് സ്ഥലത്ത് നിന്ന് അന്വേഷിച്ച് ആളുകൾ ആരാണെന്ന് അവർക്ക് അറിയാൻ പറ്റും.